ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, അദ്ദേഹം ICU-ലായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരം വിജിലൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നും ആശുപത്രിയിൽ തുടരും, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമേ ഇല്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് കെ പി ശങ്കർദാസ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ജിബിൻ JB വിവരങ്ങളുമായി. ജിബിൻ, മജിസ്ട്രേറ്റും SIT സംഘവും ആശുപത്രിയിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് വിശദാംശം? അല്പസമയം മുമ്പാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതും മജിസ്ട്രേറ്റും പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘവും നേരിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റും പ്രത്യേക അന്വേഷണ സംഘവും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. SP ശശിധരന്റെ നേതൃത്വം, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏകദേശം 7:30 എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ICU-ലായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ശങ്കർദാസിനെ ICU-ൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ എത്തി ശങ്കർദാസിനെ നേരിട്ട് കണ്ട് ശങ്കർദാസിന്റെ ആരോഗ്യനില ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ നടപടികൾ, അതായത് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ പിന്നീട് ഉണ്ടാകും. എന്തായാലും അറസ്റ്റിന്റെ കാര്യം ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്നും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഒരു പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത് എന്ന മട്ടിൽ വരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷനുള്ള സാഹചര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും മോശമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ICU-വിലാണ്. അദ്ദേഹത്തിന് ചോദ്യങ്ങളോട് പ്രതികരിക്കുക അസാധ്യമാണ് താനും. അപ്പോൾ കോടതി വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ICU-ലായിരുന്നു. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശങ്കർദാസ് ആശുപത്രിയിലാണ് എന്ന് കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല. തൊട്ടു പിന്നാലെ തന്നെ വിജയകുമാറിന്റെ അറസ്റ്റ് അന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ഈ ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ വീണ്ടും കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മുൻകാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ നേരിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായതുകൊണ്ടാണ്, ആ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നീണ്ടു പോകുന്നത് എന്ന് പോലും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2 ദിവസം മുൻപാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ട്, അതായത് മജിസ്ട്രേറ്റ് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മജിസ്ട്രേറ്റിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയെ അദ്ദേഹം ഈ തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ ICU-ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ICU-ൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യപരമായി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മാറ്റം. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണെന്ന് പ്രത്യേക അന്വേഷണ സംഘവും മജിസ്ട്രേറ്റും കൂടി ആശുപത്രിയിലേക്ക് എത്തിയത്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പോലീസ് ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തി. മജിസ്ട്രേറ്റിന്റെ കൂടി സാന്നിധ്യത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക സംഘവും ചേർന്ന് വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിതി അല്പം രൂക്ഷമാണ്. പക്ഷാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം കുറച്ച് നാളുകളായി ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഉടനെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമായ ഒരു നടപടിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. കൂടുതൽ നടപടികൾ ഇനി അദ്ദേഹത്തെ ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാളെയായിരിക്കും
ആയിരിക്കും ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചിട്ടുണ്ട്. കാരണം വിജിലൻസ് കോടതിയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശുപത്രിപരമായ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവിടെ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഇത്രയും വേഗം ഉണ്ടായിരിക്കുന്നത്. ശരി.